ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം. ഗള്ളിക്കാന്തു, കോഴികൂവലിൻ്റെ സ്ഥലം. പത്രോസ് കർത്താവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ ഇടം. സിയോൻ കുന്നിൻ്റെ കിഴക്കേ ചെരുവിൽ അകലെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാം വ്യത്യസ്തമായിട്ടുള്ള മിനാരങ്ങളോട് കൂടിയൊരു പള്ളി. അതിൻ്റെ മുകളിലെ കുരിശും അതിനു മുകളിൽ സ്വർണ്ണ കോഴിയെയും കാണാം. ഗള്ളിക്കാന്തു എന്ന് പറഞ്ഞാൽ ഗാള്ളോ കാന്തോ, കോഴി കൂവി എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. 333 ബോർദോയിൽ നിന്നുള്ളൊരു തീർത്ഥാടകൻ ഇവിടെ വന്നപ്പോൾ കയ്യാഫാസിൻ്റെ ഭവനം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 457 ഇവിടെ ദേവാലയം പണിതിരുന്നു. 1010 അൽ ഹക്കീമാണിത് തകർക്കുന്നത്. അതിനുശേഷം 1102 കുരിശ് യുദ്ധക്കാരിത് വീണ്ടും പുതുക്കി പണിയുന്നു. 1187 കുരിശ് യുദ്ധം തീരുമ്പോൾ സലദീൻ ഇത് നശിപ്പിക്കുന്നു. പിന്നീട് ഇന്നുള്ള ദേവാലയം പണിയുന്നത് 1931 ഫ്രാൻസിൽ നിന്നുള്ള അസംഷനിസ്റ്റ് ഫാദേഴ്സാണ്. ഇവിടെ ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ 3 നിലകളാണ്. ഏറ്റവും മുകളിലത്തെ നിലയിൽ കടന്നു ചെല്ലുമ്പോൾ അവിടെ കാണുക ഈ കയ്യാഫാസിൻ്റെ വീട്. ആ രംഗം തന്നെയാണ് അവിടെ ചിത്രീകരിക്കുക. മൊസൈക്കിൽ ചിത്രീകരിക്കുന്ന കർത്താവിനെ വിചാരണ ചെയ്യുന്ന സെൻഹദ്രീൻ സംഘം കൂടിയിരിക്കുന്ന രംഗം. സെൻഹദ്രീൻ സംഘം എന്ന് പറയുന്നത് സിനേദ്രിയോൺ എന്ന് പറയുന്ന ഗ്രീക്ക് സംഘം 70 നേതാക്കന്മാർ പ്രധാന പുരോഹിതനോട് കൂടെ ചേർന്നിരിക്കുന്നത്. മോശ പണ്ട് 70 ന്യായാധിപന്മാരെ നിശ്ചയിച്ചതിൻ്റെ പിന്തുടർച്ച. ഇവരാണ് നിയമം വ്യാഖ്യാനിക്കുന്നതും എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തുന്നതും അതുപോലെ തന്നെ മറ്റ് കോടതികളിൽ വിധി തീരാത്ത തീർപ്പുകൾ കൽപ്പിക്കുന്നതെല്ലാം. പക്ഷെ ഇവർക്ക് മരണവിധി കൽപ്പിക്കാനുള്ള അധികാരമുണ്ടായിരുന്നോ ഇല്ലയോ അതിന്നും ചോദ്യചിഹ്നമാണ്. ഇവരാണ് കർത്താവിനെ മരണത്തിന് വിധിക്കുന്നത്. ആ രംഗമാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുക. അവിടെ നല്ല കള്ളൻ്റെയും ഈജിപ്തിൽ നിന്നുള്ള മരിയയുടെയും രൂപങ്ങളുണ്ട്. താഴോട്ട് ഇറങ്ങുമ്പോൾ ബൈസൻ്റെയും കാലഘട്ടത്തിലെ പള്ളിയുടെ അവശിഷ്ടങ്ങളാണ്. തീർത്ഥാടകർ വരച്ചിട്ട കുരിശുകൾ അവിടെ കാണാം, ഗുഹയുടെ ബാക്കി. വീണ്ടും താഴോട്ട് ഇറങ്ങിയാൽ കർത്താവിനെ തടവറയിലിട്ട ആ വലിയ ഗുഹ എന്ന് പറഞ്ഞാൽ നിയമമനുസരിച്ച് രാത്രി വിചാരണ നടത്താൻ പാടില്ല. അതുകൊണ്ട് രാത്രി സമയം കർത്താവിനെ അവിടെയുള്ള തുറങ്കിലടച്ചു എന്നാണ് വിശ്വസിക്കുക. ഈ തുറങ്കിൽ കർത്താവിനെ തുറങ്കിലടയ്ക്കുകയും പടയാളികൾ അപമാനിക്കുകയൊക്കെ ചെയ്തിരുന്ന ഈ സ്ഥലത്ത് തീർത്ഥാടകർ ചെല്ലുമ്പോൾ സങ്കീർത്തനങ്ങൾ വായിച്ച് കർത്താവിൻ്റെ പാടുപീഡകളെക്കുറിച്ച് ധ്യാനിക്കുന്നു. ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ അങ്കണത്തിലെ വലിയൊരു തൂണിൻ്റെ മുകളിൽ ഈ കോഴിയുണ്ട്. അതിന് താഴെയായി തീ കായുന്ന പത്രോസിനെയും സേനാനായകനെയും സ്ത്രീയെയും അവതരിപ്പിച്ചിട്ടിരിക്കുന്നു. നമുക്കറിയാം 3-ാം യാമത്തിൽ എന്ന് പറഞ്ഞാൽ യഹൂദർക്ക് യാമം തുടങ്ങുന്നത് 6 മണി മുതൽ 9 മണി വരെ 1-ാം യാമം, 9 തൊട്ട് 12 വരെ 2-ാം യാമം, 12 തൊട്ട് 3 വരെ 3-ാം യാമം. 3 മണിക്കോ അല്ലെങ്കിൽ രാവിലെ നേരം വെളുക്കുമ്പോഴോ എന്നാണ് അതിൻ്റെ അർത്ഥം. ബ്യൂഗിൾ വായനയെ കോഴികൂവലായിട്ട് അന്ന് വ്യാഖ്യാനിച്ചിരുന്നു. ഇവിടെ പത്രോസ് കർത്താവിനെ തള്ളിപ്പറയുന്നത് മർക്കോസ് വളരെ വ്യക്തമായിട്ട് അവതരിപ്പിക്കുന്നു. ആദ്യത്തെ പ്രാവശ്യം പ്രൈവറ്റായി ആ സ്ത്രീയുടെ മുമ്പിൽ മാത്രം, പിന്നീട് പബ്ലിക്കായി മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച്, 3-ാമത്തെ തവണ എക്സ്പ്ലിസിറ്റായി ആണയിട്ട് അധിക്ഷേപിക്കാൻ തുടങ്ങി. അപ്പോൾ കർത്താവ് അവനെ തിരിഞ്ഞു നോക്കി, അവരുടെ കണ്ണുകൾ ഉടക്കി, അവൻ പുറത്തു പോയി മനം നൊന്ത് കരഞ്ഞു. പത്രോസിൻ്റെ പ്രത്യേകത, അവൻ കർത്താവിനെ അഗാധമായിട്ട് സ്നേഹിച്ചിരുന്നു. കർത്താവ് അവനോട് പറഞ്ഞിരുന്നു ഇതൊക്കെ സംഭവിക്കുമെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, ഇതൊന്നും എനിക്ക് സംഭവിക്കില്ല, ഞാൻ ഒരിക്കലും നിന്നെ തള്ളിപ്പറയില്ല. കർത്താവ് അവനോട് പറഞ്ഞത്, നീയെ തിരിച്ചു വന്ന് നിൻ്റെ സഹോദരങ്ങളെ ശിഷ്യന്മാരെ ബലപ്പെടുത്തണം. ഈ സ്ഥലത്തിൻ്റെ തൊട്ട് പഴയ സ്റ്റെപ്പുകളുണ്ട്, വിശുദ്ധ പടികൾ. ആർക്കിയോളജിക്കലി 1-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന അതേ സ്റ്റെപ്പുകളാണിത്. എന്ന് പറഞ്ഞാൽ സിയോൻ കുന്നിലേക്ക് കർത്താവ് കയറി വരുന്നത് അന്ത്യത്താഴം കഴിഞ്ഞ് താഴെ കെദ്രോൺ തോട്ടിലേക്ക് ഇറങ്ങി പോകുന്നത് ഗെത്സമനിയിലെത്തുന്നു. അവിടെ നിന്ന് പടയാളികൾ പിടിച്ചു കെട്ടി തിരിച്ചു കൊണ്ടുവരുന്നതും കയ്യാഫാസിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതും ഈ പടികളിലൂടെയാണ് കർത്താവ് പോകുന്നതും വരുന്നതും. ആ രംഗങ്ങളാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞിടം. പത്രോസിനെ പോലെ അഗാധമായി സ്നേഹിക്കാൻ, ഏത് ബലഹീനതയിൽ നിന്നും
ആ സ്നേഹത്തിലേക്ക് തിരിച്ചു കയറാൻ നമുക്ക് സാധിക്കുമോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം.